അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാലക്കാട് ജില്ലയിലെ നാട്ടുകൽ എന്ന സ്ഥലത്താണ് ഈ മസ്ജിദും മക്ബറ സ്ഥിതി ചെയ്യുന്ന ഇടവും സ്ഥിതി ചെയ്യുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും പാലക്കാട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് നാട്ടുകൽ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ മഹാൻ്റെ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. 300 വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ട് ഈ മക്കാമിന് എന്ന് അറിയാൻ കഴിഞ്ഞു. ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാൻ്റെ പേര് അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു എന്നാണ് പറയപ്പെടുന്നത്. മഹാനായ മമ്പുറം ഖുത്ബുസ്സമാൻ സയ്യിദ് അലവി തങ്ങൾ ഇവിടെ സിയാറത്ത് ചെയ്തിരുന്നതായും അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു. മഹാനവറുകളുടെ ഖബറിന്മേൽ സാധാരണ ഒരു മീസാൻ കല്ല് ഖബറിന്മേൽ വെക്കുകയും നാൾക്കുനാൾ അത്ഭുതം എന്നു പറയട്ടെ, ആ മീസാൻ കല്ല് വളർന്ന് 13 അടി ഉയരത്തിൽ എത്താൻ തുടങ്ങി. ഇതു കണ്ട് ഒരു സൂഫി വാര്യൻ ആ കല്ലിന്മേൽ വടി കൊണ്ട് അടിക്കുകയും ആ കല്ല് അടർന്ന് വീഴുകയും ചെയ്തു എന്നുള്ളതും അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു. ആ വടി കൊണ്ട് അടിച്ച സൂഫി വാര്യൻ ആ മഹാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളാണ് എന്നും പറയപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ അടർന്ന് വീണ കല്ല് ഇന്നും അവിടെ നമുക്ക് പോയാൽ കാണാൻ സാധിക്കും. മഹാനവറുകളുടെ പള്ളിയും മഹാനവറുകൾ അന്ത്യവിശ്രമവും കൊള്ളുന്നത് പെരിന്തൽമണ്ണയിൽ നിന്നും പാലക്കാട് റൂട്ടിലേക്കുള്ള വഴിയിൽ നാട്ടുകൽ എന്ന സ്ഥലത്താണ് ഈ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. മഹാനവറുകളുടെ ഖബറിന്മേലുള്ള ആ മീസാൻ കല്ല് ആണ് കാണുന്നത്. അതിൻ്റെ അടർന്നു വീണ കഷ്ണം JCB ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും. അനവധി യാത്രക്കാർ അവിടം സിയാറത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ഖിജാഹ് ബർക്കത്ത് കൊണ്ട് ഇരുലോക വിജയികളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ എന്നും കൂടി ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.